ടു CSN മാത്സ് LBS BCയുടെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് വരുന്ന കാര്യങ്ങളുണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജുകൾ ഓപ്ഷൻ കറക്റ്റായിട്ട് കൊടുക്കണോ? അതോ അടുത്തൊരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കുക, നിലവിൽ പെൻസിലൊന്നും എടുക്കട്ടെ. നിലവിൽ നമുക്ക് 6/8/26 4 PM വരെയായിരുന്നു എന്തിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത്? ഓപ്ഷൻ ഫോർ രജിസ്ട്രേഷൻ ഫോർ ദി റെഗുലർ അഡ്മിഷൻ. ഓക്കെ, ആ ടൈം കഴിഞ്ഞ് അടുത്ത മിനിറ്റ് തന്നെ എന്ത് വന്നിട്ടുണ്ട്? ഫസ്റ്റ് അലോട്ട്മെന്റ് ആൻഡ് ദി ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കൃത്യമായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഈ പറഞ്ഞൊരു കാര്യം മനസ്സിലാവും. ഞാനിപ്പോൾ ലൈവായിട്ടാട്ടോ എഴുതുന്നത്. ഓക്കെ, വെബ്സൈറ്റിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാം. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫസ്റ്റ് അലോട്ട്മെന്റ് ടോക്കൺ ഫീ ഒരു സെറ്റ് ഓഫ് എമൗണ്ട് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. അത് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 9/8-നാണ്. 9/8/26-നാണ്. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് കൺഫേം ആയവരും അല്ലാത്തവരും, അതായത് സെക്കൻഡ് അലോട്ട്മെന്റ് വേണം എന്നുള്ളവരും എല്ലാവരും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീ അടയ്ക്കണം. അത് പ്രോസ്പെക്റ്റിൽ അങ്ങനെ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം അത് കൺഫേം ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിയാൽ നിങ്ങൾ കൺഫേം ആക്കിയെങ്കിലും നിങ്ങൾ അത് അടയ്ക്കണം. സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിലും നിങ്ങൾ അത് അടയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി, ആ എമൗണ്ട് അവിടെ അടയ്ക്കുക. എന്നിട്ട് ഹയർ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ 1, 2, 3, 4 കൊടുത്തതിൽ 4ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് നിലവിൽ കിട്ടിയത്. വിച്ച് മീൻസ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത്. ഹയർ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ പോകുമ്പോൾ ഈ ഓപ്ഷൻ എന്ത് ചെയ്യും? പരിഗണിക്കും. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഈ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാനുള്ള ടൈമൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും. മറ്റു കോളേജ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കാം. നിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ റീഅറേഞ്ച് ചെയ്യാനേ പറ്റുന്നുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റാറില്ല സാധാരണ. അപ്പോൾ അത് നോക്കുക. നിങ്ങൾക്ക് ഹയർ പ്രിഫറൻസ് വേണമെങ്കിൽ പേയ്മെൻറ്റ് അടച്ച് അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് പറയുന്നത്. വിത്തൗട്ട് ലോഗിങ് നിങ്ങൾക്ക് തന്നെ ഓരോ കോളേജിലും എത്ര പേര് ഏത് റാങ്കാണ് ലാസ്റ്റ് കയറിയത് എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ പറഞ്ഞ കോളേജുകളിൽ ഹയർ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം. കമൻറ്റിൽ റിപ്ലൈ കിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട്? വാട്സപ്പ് ലിങ്ക് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ജോയിൻ ചെയ്യാം. എൻ്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കും. ഒരുപാട് പേര് ക്വസ്റ്റ്യനും ആൻസറും കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. ഈ 2 കാര്യങ്ങൾ ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ഇതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് തന്നെ എത്തി. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് മുന്നേ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ പ്രത്യേകിച്ച് എന്തില്ല, വ്യത്യാസങ്ങളില്ല. നിങ്ങളെ മാർക്കും കാര്യങ്ങളൊക്കെ നോക്കുക. ലാസ്റ്റ് കയറിയ ആൾ 283 തോന്നുന്നു. അത് തന്നെ നോക്കുക. നിങ്ങളുടെ പേരൊക്കെ ഇതിലുണ്ടെങ്കിൽ അത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യാം? നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റാങ്കുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് ഹെൽപ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 283 നമ്മൾ പറഞ്ഞ പോലെ ലാസ്റ്റ് റാങ്ക് കയറിയിട്ടുള്ളത്. ഓക്കെ, വീണ്ടും ഞാൻ ബാക്ക് അടിച്ചു വന്ന് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് കാണാം. ഓരോ കോളേജിലും ആളുകൾ കയറിയിട്ടുള്ളത്. ഓർ നിങ്ങൾക്ക് ഇവിടെ വരാം. ഈ ഹോം സ്ക്രീൻ കണ്ടോ? ഹോം സ്ക്രീൻ്റെ ഏറ്റവും താഴെ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ട് ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് കോളേജുകൾ ആൽഫബറ്റിക് ഓർഡറിലാണ് കോളേജുകൾ കിടക്കുന്നത്. കോളേജുകൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എൻ്റർ ചെയ്തിട്ടുള്ള ആളുകൾ, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ആളുകൾ നോക്കാം. അതിന് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓർ നിങ്ങളുടെ ലോഗിൻ പേജിനകത്ത് വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് സ്കോർ കാർഡ്, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ്, നിങ്ങൾ എൻ്റർ ചെയ്ത കോളേജ്, നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര നമുക്കൊന്ന് നോക്കാം. ഞാൻ സെലക്ട് ചെയ്തു, സെർച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ എൻ്റർ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കാണാം. ഓൺലി 3 സ്റ്റുഡൻസ് ആണ് അവിടെ ആ ഒരു കോളേജ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് മെറിറ്റ് വന്നവരുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റൗണ്ട് 1 അവിടെ മാർക്കും റാങ്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി നോക്കി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആകെ ഒരാളാണ് നിലവിൽ ജോയിൻ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. വളരെ കുറച്ച് പേരാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, ഓരോ സ്ഥലത്തും കൊടുത്തിട്ടുള്ളൂ. ചില കോളേജിലൊക്കെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതിൽ കിട്ടുന്നില്ല. ഇനി KMCTയിൽ നോക്കാം. KMCT KMCTയിൽ 3 പേരാണ് നിലവിൽ ലിസ്റ്റിൽ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഏത് കോളേജിലാണ് ജോയിൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നല്ല കോളേജാണോ എന്നുള്ളതൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്.
അതിനൊക്കെ ഉത്തരം എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്? നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്, നിങ്ങളാണ് കൊടുക്കേണ്ടത്. വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഓരോ കോളേജിലും നോക്കുമ്പോൾ 1, 2 ആളുകളൊക്കെ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങൾ മനസ്സിലാക്കണം ട്ടോ. വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു സാധനം പബ്ലിഷ് ചെയ്തത്. അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലരും പല സ്ഥലത്തും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഉണ്ട് ട്ടോ. ഓക്കെ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു കോളേജിൽ മാത്രമാണ്. എം.ഇ. എഞ്ചിനീയറിംഗ് കോളേജ് പെരിന്തൽമണ്ണയാണോ അത്? ഓക്കെ. പെരിന്തൽമണ്ണയിലാണ് 11 പേര് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. റാങ്ക് 1, റാങ്ക് 3, റാങ്ക് 19, 40 ഒക്കെ അവിടെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കോളേജുകൾ, ഓരോ കോളേജും വിളിച്ചന്വേഷിച്ച് അവിടെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ കുറച്ച് പേര് എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാര്യം കണ്ടാൽ മനസ്സിലാകാം. ഇനി വേറെ ഏതെങ്കിലും കോളേജ് നോക്കണോ? മലബാർ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഒന്ന് നോക്കാം. ഓക്കെ. അതും കൂടി നോക്കിയിട്ട് ഞാൻ നിർത്താം. അതിൽ സെർച്ചിലൊരു കോളേജും എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാം. ഓക്കെ, 2 പേരാണ്. റാങ്ക് 9ഉം 243 അവിടെയാണ് കയറിയിട്ടുള്ളത് കേട്ടോ. സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ കൊടുത്താൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകണ്ട. പല സീറ്റിലും ആളുകൾ എൻ്റർ ആയിട്ടില്ല ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ എക്സാം ഒരു ഫ്ലോപ്പ് ആയോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയാന്ന് അറിയില്ല. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പല സ്ഥലത്തും ആരും എൻ്റർ ആയിട്ടില്ല. സൈറ്റിൻ്റെ ബഗ്ഗൊന്നുമല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്താ പറയുക, ഇത്രയും ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത് അല്ലേ. ഓക്കെ. ഞാനിതൊക്കെ നോക്കുകയാണ്, അതിലൊന്നും ഇല്ല കേട്ടോ, നിലവിലെവിടെയും ഇല്ല. ഓക്കെ 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 ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. സെർച്ചിങ് എവിടെ? ഇതിൽ കാണുന്നില്ലല്ലോ. നെറ്റിൻ്റെ ഇഷ്യൂ ആവാം കേട്ടോ. മേ ബി നെറ്റിൻ്റെ ഇഷ്യൂ ആവാം. ലൈവായിട്ട് കാണിക്കുന്നതുകൊണ്ടായിരിക്കാം. മേ ബി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. ഇതിൽ കുറേ പേരുണ്ട്. ഇതെവിടെയാണ് ഈ കോളേജ്? മാർ ബേസിലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇതിൽ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടുത്തെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. റാങ്ക് 10 കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി നോക്കട്ടെ. KMCTയിലാണ് നമ്മളൊന്ന് നോക്കിയത്. KMCT 2 ഉണ്ട്. ഫസ്റ്റത്തേൽ നോക്കട്ടെ, 3 പേര്. ഇനി രണ്ടാമത്തെ ഒരു സാധനമുണ്ട്, മാനേജ്മെൻറ്റ്, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ്. അതിനകത്തൊന്നുമില്ല കേട്ടോ, ആരും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് കൺഫേം ആക്കാനായിരുന്നു. നെറ്റിൻ്റെ ഇഷ്യൂ മാത്രമല്ല, പലയിടത്തും ആളുകൾ ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കാണിച്ചു തരാം. പ്രോസ്പെക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാനിതിങ്ങനെ ലൈവായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ്, ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടല്ല, നേരെ സൈറ്റിലേക്കാണ് പോയത് കേട്ടോ. ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ എല്ലാ അഡ്മിഷൻ്റെ സമയത്തുള്ള ഫീസ്, ഇവിടെ പ്രത്യേകിച്ച് ഫീസിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എന്നിട്ട് അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. കിട്ടിയവരൊക്കെ ഫീസ് അടച്ചിട്ട് എന്താ അവസ്ഥ നോക്കാം കേട്ടോ. നിങ്ങളുടെ കോളേജിൽ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കോമൺ ആയിട്ടുള്ള അലോട്ട്മെൻറ്റിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. എൻട്രൻസ് എക്സാമിനേഷൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ളൊരു പേജ് തൊട്ടാണ് നിങ്ങൾ ഇനി വായിക്കേണ്ടത്. റീഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ദ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ് ക്യാൻ ബി സീൻ ഇൻ ദി ഹോം പേജ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഹോം പേജ് ഓഫ് ദ കാൻഡിഡേറ്റ്. ഇറ്റ് വിൽ ഷോ ദി കോളേജ് ടു വിച്ച് കാൻഡിഡേറ്റ് ഈസ് അലോട്ടഡ് അലോങ് വിത്ത് ദി token fee to be remitted. Those candidates who fail to remit the fees on or before the date specified will lose their current allotment and will not be considered in the remaining regular allotment എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീസ് അടയ്ക്കാത്തവരൊന്നും സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം കാര്യങ്ങളാണ്. ക്യാൻസലേഷൻ, ഓപ്ഷൻ ആൾട്ടറേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്രയും പോയിന്റ് നിങ്ങൾ വായിച്ചു നോക്കുക. സെക്കൻഡ് അലോട്ട്മെന്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ ദ ഡേറ്റ് ടു ബി നോട്ടിഫൈഡ്. കാൻഡിഡേറ്റ് ഹാസ് എ ഡിഫറെന്റ് അലോട്ട്മെന്റ് ദാൻ വൺ ആക്സെപ്റ്റഡ് ഇൻ ദ പ്രീവിയസ് അലോട്ട്മെന്റ്. ദ ഫീസ് ഫോർ ദി ഹയർ, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു എമൗണ്ട് അടച്ചിട്ടുണ്ടാവും, അടുത്തേക്ക് പോകുമ്പോൾ അതായത് ഗവൺമെന്റ് കോളേജും ഈ സെൽഫ് ഫിനാൻസും തമ്മിൽ ഫീസ് മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അടുത്തൊരു ഇതിലേക്ക് പോകുമ്പോൾ വീണ്ടും ആ എമൗണ്ട് അടയ്ക്കേണ്ടതില്ല. ഈ അടച്ച എമൗണ്ട് എന്ത് ചെയ്യും, ബാലൻസ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. പ്രൊഫഷണൽ മെമ്മോനെ കുറിച്ച് മെമ്മോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫൈനൽ കിട്ടുന്ന ഇതാണ്. റെമിറ്റൻസ് ഓഫ് ഫീസിനകത്ത് പ്രിസ്ക്രൈബ്ഡ് ടോക്കൺ ഫീ ഫോർ ദി കോഴ്സ് വിൽ ഹാവ് ടു ബി റെമിറ്റഡ് ബൈ ദി കാൻഡിഡേറ്റ് ടു ദി അക്കൗണ്ട് ഓഫ് ഡയറക്റ്റ് LBS സെൻറ്റർ ബൈ വേ ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ സ്കെഡ്യൂൾഡ് ബാക്ക് ടു ദി നോട്ടിഫൈഡ്. അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ നോക്കുക, കൃത്യമായി നോക്കുക. ഫീസ് സ്ട്രക്ചർ പറയുന്നുണ്ട്, ഫർദർ അലോട്ട്മെൻറ്റ് ഉണ്ടാവും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, ഇനി എത്ര അലോട്ട്മെൻറ്റിലേക്കൊന്നും പോകാൻ
ഉള്ള സാധ്യതകളൊന്നുമില്ല ട്ടോ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഫീയും റീഫണ്ടും കൃത്യമായി ഒന്നുകൂടി വായിച്ച് നോക്കുക. ട്രാൻസ്ഫർ ഓഫ് ഫീ ടു ദ കോളേജ്, നിങ്ങൾ ഒരു കോളേജ് കിട്ടി മറ്റൊരു കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫീസ് അവിടെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. റീഫണ്ട് കാര്യം ഒന്ന് വായിക്കുക. കാൻഡിഡേറ്റ് ഹു ക്യാൻസൽ ദെയർ അഡ്മിഷൻ ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ആർ എലിജിബിൾ ഫോർ റീഫണ്ട് ഫീസ്. നിങ്ങൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 2026 ക്യാപ്പ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ആണ്, അതായത് ഒരു ക്ലോസിംഗ് ഡേറ്റ് ഉണ്ടാവും. ഈ പറഞ്ഞ ക്യാപ്പിന് ഒരു ക്ലോസിംഗ് ഡേറ്റ് ഉണ്ടാവും. അതിന് മുന്നേ ആണ് നിങ്ങൾ ഈ പറഞ്ഞത് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ റീഫണ്ട് കിട്ടും. റിക്വസ്റ്റ് ഷുഡ് ബി ഗിവൺ ഫോർ ദ സെയിം ടു ദ ഡയറക്ടർ LBS സെൻറ്റർ എലോങ് വിത്ത് എ കോപ്പി ഓഫ് അലോട്ട്മെന്റ് മെമോ ഫീസ് ഒക്കെ പറയുന്നുണ്ട്. അത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ഇൻട്രസ്റ്റ് വിൽ ബി പെയ്ഡ് ടു ദ കാൻഡിഡേറ്റ് ഓൺ ദി എമൗണ്ട് ഡ്യൂ ടു ഹിം ഓർ ഹെർ എന്നും കൂടിയും പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യേണ്ട കോളേജ് സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളിയാണ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്ങിൽ വന്നത്. പക്ഷേ ഈ കോളേജൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം കേട്ടോ. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ആണ്. കരുനാഗപ്പള്ളിയും കൊട്ടാരക്കരയും പൂഞ്ഞാറും ഈ കോളേജുകളും കൂടി നമുക്കൊന്ന് നോക്കാം. അത്രയേ ഉള്ളൂ വീഡിയോ. പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് ആണ് നോക്കേണ്ടത്. അലോട്ട്മെൻറ്റിലേക്ക് വരാം. കൊട്ടാരക്കര അല്ലേ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര. ദെൻ കരുനാഗപ്പള്ളിയാണ് അടുത്തത്. കൊട്ടാരക്കരയിൽ 3 പേരാണ് വന്നത്. ദെൻ കരുനാഗപ്പള്ളിയിൽ എത്ര പേരുണ്ട്? കരുനാഗപ്പള്ളിയിൽ 20 പേരുണ്ട്. അപ്പോൾ അവിടെ വൃത്തിയായിട്ട് ആളുകളുണ്ട്, ക്ലാസ് നടക്കും. മറ്റുള്ള അവസ്ഥയൊക്കെ എന്താ നിങ്ങൾ വിളിച്ചു നോക്കണം കേട്ടോ. ഇത്ര അഡ്മിഷൻ ലേറ്റർ ആളുകൾ വരുന്നുണ്ടാവും. പൂഞ്ഞാറിൽ ഏകദേശം 6 പേരാണുള്ളത്. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇറ്റ്സ് എന്താണ് 9th August 2026 ആണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ BCA കിട്ടി. നിങ്ങൾക്ക് നല്ല സ്ഥലത്ത് തന്നെ കിട്ടട്ടെ. പിന്നെ ഇത് കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക, അടുത്ത BCA കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് MCA നല്ലൊരു സ്ഥലത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് നല്ലൊരു സ്ഥലത്ത് പഠിക്കാൻ നോക്കുക. ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. MCAക്കൊക്കെ നല്ല സ്ഥലത്ത് അഡ്മിഷൻ വാങ്ങിത്തരാൻ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. കാണുന്നവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എനിക്കറിയാം കുറച്ച് പേര് മാത്രമേ ഇത് കാണുന്നുള്ളൂ. LBS MCAയുടെ കാര്യം അങ്ങനെയായിരുന്നില്ല. ഒരുപാട് പേര് എഴുതുന്ന നല്ലൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്. അപ്പോൾ ആ ഒരു എക്സാമിലൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. എവിടെയും നിങ്ങൾ ഫീസ് എടുത്തോ അല്ലെങ്കിൽ 1 കൊല്ലോ 2 കൊല്ലോ ഒന്നും വേസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. BCAയുടെ അപ്പം ഇങ്ങനെയാണ്. അടുത്ത ബെറ്റർ ടൈം നമ്മളൊരു 2-3 ഇയർ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കാണണം. നിങ്ങൾ കൂടെ നിൽക്കുക, ചാനലിൻ്റെ കൂടെ തന്നെ നിൽക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഫർദറായിട്ട് അതുമായിട്ട് BCAയിൽ വരുന്ന കാര്യങ്ങൾ, MCAയിൽ വരുന്ന കാര്യങ്ങൾ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇതിൽ പ്ലേസ്മെൻറ്റും ജോബും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യും ഫ്രീ ആയിട്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല. ഒന്നാമത് എനിക്കറിയാം ലാഗ് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു BCAനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഈ ഒരു പ്രൊസീജിയർ തന്നെ സ്ലോ ആയിട്ടാണ് നടന്നത്. അപ്പം അങ്ങനെയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു സ്ഥലത്ത് തന്നെ കിട്ടട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഹെൽപ്ഫുൾ ആയിരുന്ന വീഡിയോ. നമ്മുടെ ക്ലാസ്സുകളൊന്നും അത്ര ഞാൻ എഫക്റ്റീവായിട്ട് BCAക്ക് തന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിയുന്നത്ര നിങ്ങളോട് മാക്സിമം നിങ്ങളാണ് പഠിക്കാൻ പറഞ്ഞത്. ലാസ്റ്റ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഹെൽപ്ഫുള്ളായോ, നിങ്ങൾക്ക് എക്സാമിനൊക്കെ നല്ല എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് അതുമായി റിലേറ്റ് ചെയ്ത് വന്നോ എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അത്രേ പറയാനുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. ശരി കേട്ടോ. ബൈ.